ഇത് ഐസിന് ഞാൻ എക്കോ എടുക്കാൻ പോയത് കേട്ടോ. ലാസ്റ്റ് ഒരു എക്കോയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് കംപ്ലീറ്റ് ആക്കി പോവാ, കാരണം ഇനിയിപ്പോൾ നാളെ പെയിന്റിംഗ് ആയി കിടക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാനത് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് പോയത്. ഞങ്ങളടുത്ത് സൺസെറ്റ് ആണ്, ഭയങ്കര രസമാണ് ഞങ്ങളടുത്ത് സൺസെറ്റ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഈ മെഷീൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ലേസ് വാങ്ങി കുറുക്കുറെ ഈസ് മൈ ഫേവറേറ്റ്. ഈ ഗ്രീൻ കളർ എപ്പോഴും ഉണ്ടാവുള്ളൂ, പിങ്ക് എപ്പോഴെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉള്ളപ്പോൾ ഞാൻ വാങ്ങിച്ചു വെക്കും. ഞാനൊരു കുറുക്കുറെ വാങ്ങി. അപ്പോൾ റൂമിൽ പോയപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവൾ പൂനെ പോയി. അവളെ ഫുഡ് എന്നോട് എടുത്തു എന്ന് പറഞ്ഞു. അവളെ ലഞ്ച് ബോക്സ് ആട്ടത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. എങ്ങനെ ഓപ്പൺ ആക്കണ്ടേന്ന് വലിയ ഐഡിയ ഒന്നും എനിക്കില്ല കേട്ടോ. ചെറുപ്പത്തിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് വീണ് പോയി. പക്ഷെ ഇപ്പം എനിക്ക് വലിയ ഐഡിയ ഇല്ല എങ്ങനെ തുറക്കണ്ടേന്ന്. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ തുറന്നെടുത്തു. ചോറുണ്ട് ഒരു ലെയറിൽ. ഇവരെപ്പോഴും ചോറും ചപ്പാത്തിയും പിന്നെ എന്തെങ്കിലും സൈഡ് ഡിഷ് ഉണ്ടാവും. പിന്നെ എന്തോ ഒരു ഗ്രീൻ കളർ എന്തോ ഒരു ഇലാണ്, എനിക്കറിയില്ല, എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു, 2 ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ ഒരു കറി ഉണ്ടായിരുന്നു, മുരിങ്ങാക്കായക്കറി. നല്ലതായിരുന്നു, ഒരു രസത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഉണ്ടാക്കി തിന്നുമ്പോൾ ഞാൻ വലിയ ഹെൽത്തി ആയിട്ടൊന്നും തിന്നില്ല. അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഹെൽത്തി ആയിട്ട് തിന്നുന്നത്. ഞാൻ ആദ്യം ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എനിക്ക് എൻ്റെ ഫുഡാണ് ഇഷ്ടം, സോ ഞാൻ ഏൽപ്പിച്ചില്ല. സത്യം പറഞ്ഞാൽ മടിയാണ്, ഏൽപ്പിച്ചില്ല. ഞാൻ തിന്നത്തില്ല, സോ അതുകൊണ്ട് ഞാൻ ഏൽപ്പിക്കാത്തത്. ഒരു ലഞ്ച് ബോക്സിന് ഇവിടെ വരുന്നത് 2100 രൂപ, വിച്ച് മീൻസ് സൺഡേയിൽ ഉണ്ടാവില്ല, സ്പെഷ്യൽ ഡേയ്സിലും ഉണ്ടാവില്ല, ബാക്കി എല്ലാ ദിവസവും ഉണ്ടാവും. 2100 രൂപ. മോർണിംഗ് ഉണ്ടാവില്ല, മോർണിംഗ് ഫുഡും ഉണ്ടാവില്ല. പിന്നെ ഞാൻ കുറച്ച് കുറുക്കുറ തിന്നു, ഞാൻ മേടിച്ചത് ഞാൻ തിന്നു.